വാർത്തകൾ തുടർന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മൊബൈൽ ഷോപ്പ് ഉടമ ജീവനൊടുക്കിയ നിലയിൽ. നെയ്യാറ്റിൻകര സ്വദേശി ദിലീപാണ് തൂങ്ങി മരിച്ചത്. നെയ്യാറ്റിൻകര ടൗണിൽ റോഡരികിൽ ഒരു മരത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മരണകാരണം കടബാധ്യത എന്ന പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, തിരുവനന്തപുരത്താണ് ഒരു മൊബൈൽ ഷോപ്പ് ഉടമ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കടബാധ്യത എന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കഴിഞ്ഞ ദിവസം രാവിലെ 1:15 നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള 48 വയസ്സുള്ള ദിലീപ് നെയ്യാറ്റിൻകര ടൗണിൽ തന്നെയാണ് ഇദ്ദേഹം മൊബൈൽ ഷോപ്പ് നടത്തി വന്നിരുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ 1 മണിക്ക് വെളുപ്പിലെ 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇദ്ദേഹം ദേശീയപാതയ്ക്ക് സമീപമാണ് ഗ്രാമം എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ പറമ്പിലെ മരത്തിലാണ് തൂങ്ങി നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ എത്തിയ സമീപത്ത് പെട്രോൾ പമ്പിലെത്തിയ ജീവനക്കാരും നാട്ടുകാരും മറ്റുള്ള പരിശോധനകൾ വിരലട വിദഗ്ധരും മറ്റു സംഘവും എത്തിയിട്ടുണ്ട്. ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. കടബാധിതയാണ് മരണകാരണമെന്നാണ് നമുക്ക് പ്രാഥമികമായി ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. മറ്റു പരിശോധനയും മറ്റു കാര്യങ്ങളിൽ ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷിച്ചു വരുന്നുണ്ട്. അരുണിമ, വ്യക്തമാണ്. പ്രദീപ് തുടരുക. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മൊബൈൽ ഷോപ്പ് ഉടമ ജീവനൊടുക്കിയ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. നെയ്യാറ്റിൻകര സ്വദേശി ദിലീപാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. കടബാധ്യത എന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രദീപ് പാറശാലയാണ്. തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലെ അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റി. ബ്ലോക്ക് പ്രസിഡന്റായ കോൺഗ്രസ് പ്രതിനിധി S ഉഷാകുമാരി സത്യപ്രതിജ്ഞ